ഹലോ ചക്കരകളെ, നമ്മുടെ മുഖം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കൈകളുടെയും കാലുകളുടെയും ഭംഗി അല്ലേ? അപ്പം നമുക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യമോ ആഴ്ചയിൽ 1 പ്രാവശ്യമോ ഈ ഒരു കാര്യം ചെയ്തു പോവുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരിക്കലും റിങ്കിൾസ് ഉണ്ടാവത്തില്ല. അതുപോലെ തന്നെ ആ ഒരു കയ്യിലെ കറുത്ത പാടോ കൈയുടെ ഡിസ്കളറേഷനോ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. നല്ല രീതിയിൽ തന്നെ നമ്മുടെ ആ ഒരു കൈ ബ്രൈറ്റ് ആവുകയും നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ടുള്ള ഹാൻഡ് നമുക്ക് കിട്ടും. അതായത് നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ചുളിവുകളൊന്നും ഇല്ലാതെയും ഇരിക്കാൻ സഹായിക്കുന്ന കുറച്ച് മസാജും അതിൻ്റെ പായക്കും ഒക്കെയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുപോകല്ലേ. ഓളെന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പം നമുക്ക് അതിനായിട്ട് വേണ്ടത് ഒരു പകുതി ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ ജ്യൂസ് വെള്ളമൊന്നും ഒഴിക്കാതെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അടിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു വൈറ്റമിൻ ഇ ക്യാപ്സൂൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. രണ്ട് ഭാഗം വേണം നാരങ്ങയുടെ. മുറിച്ചിട്ടൊരു ഭാഗം നമ്മൾ 2 കാര്യത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വെർജിൻ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ സാധാരണ കോക്കനട്ട് ഓയിലോ ആൽമണ്ട് ഓയിലോ ഒലിവ് ഓയിലോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പം നല്ല ഡ്രൈ സ്കിന്നുകാരൊക്കെ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയോ വെർജിൻ കോക്കനട്ട് ഓയിലോ ഒക്കെ എടുക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയിലേക്ക് ഒരു പകുതി നാരങ്ങാ നീര് നമ്മൾ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. നാരങ്ങാ നീര് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാനായിട്ടും സ്കിന്ന് നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് വെക്കാനായിട്ടും അതുപോലെ തന്നെ റിങ്കിൾസ് കുറയാനായിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ നാരങ്ങ. ഇനി നമുക്ക് പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഒരു ടീസ്പൂണായിട്ടുള്ള അളവിൽ നമുക്ക് നമ്മുടെ ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സൂൾ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അപ്പോൾ വൈറ്റമിൻ ഇ ക്യാപ്സൂളും റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ കുറയാനായിട്ട് നമ്മുടെ മുഖത്തും കൈകളിലും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അതും ഇതുപോലെ തന്നെ ഡിസ്കളറേഷനും കറുത്ത പാടും ഒക്കെ ആ ടാനൊക്കെ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു. ഇനിയും വെർജിൻ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചത്, അതൊരു 1/4 ടീസ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് കയ്യിൽ പുരട്ടാനുള്ള ആ ഒരു പായ്ക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് കൈ മുക്കി വെക്കാൻ ആവശ്യമായുള്ള ഒരു ബൗൾ എടുക്കുക കേട്ടോ. ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബൗൾ എടുക്കുക, ഇച്ചിരി വിസ്താരമുള്ളത്. ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച വെള്ളമല്ല, ഒരു ചെറിയൊരു ചൂടോട് കൂടിയിട്ടുള്ള വെള്ളം എടുക്കണം. ഒരുപാട് ചൂട് കുറഞ്ഞു പോവുകയും ചെയ്തത്, ഒരുപാട് കൂടി പോവുകയും ചെയ്തത്. അതിനകത്തേക്ക് നമുക്ക് ഒരു പകുതി നാരങ്ങയുടെ നീര് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. ഒരു നാരങ്ങ പകുതി നമ്മൾ മറ്റേ പായ്ക്കിൻ്റെ കൂടെ എടുത്തു. ഒരു നാരങ്ങയുടെ പകുതി നമുക്ക് ഇന്നത്തെ നമ്മുടെ ഈ ചരുവത്തിനകത്തെ വെള്ളത്തിൽ മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1, 2, 3 ഡ്രോപ്സ് ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുക. 1 ഡ്രോപ്സും ചേർക്കാം, ഒരു 1/4 ടീസ്പൂൺ വരെ ഗ്ലിസറിൻ ചേർക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പം നിങ്ങളുടെ ഡ്രൈ സ്കിന്നുകാരൊക്കെ ആണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ വരെ ചേർത്തോളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ 3, 4, 5 ഡ്രോപ്സ് ഗ്ലിസറിൻ മാത്രം മതി. പിന്നെ നമ്മൾ തലയിലൊക്കെ ഉപയോഗിക്കുന്ന ഷാമ്പൂ ഇല്ലേ, അത് നമുക്ക് എടുക്കാം. നമ്മുടെ കൈ മുക്കി വെക്കാനായിട്ട് നല്ലതായിട്ടൊന്ന് പതപ്പിച്ചെടുക്കുക. ഈ സമയത്തൊക്കെ നമ്മൾ ഡെറ്റോൾ ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ കല്ലുപ്പിട്ട് കൊടുക്കാം. ഒരുപാട് കയ്യിലെ പ്രശ്നങ്ങളും ഒക്കെ ഉള്ള ആൾക്കാർക്ക്, കൈ നമ്മൾ പൊട്ടി തൊലിയൊക്കെ പോകുന്ന ആൾക്കാരില്ല, അങ്ങനത്തുള്ളവർക്കാണെങ്കിൽ നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള കല്ലുപ്പിട്ട് ഒരു 3-4 ടീസ്പൂണോളം കല്ലുപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. അങ്ങനെ നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ ഉപ്പൂറ്റി മുക്കി വെക്കാനുള്ള സമയത്ത്, കാലിൻ്റെ ഉപ്പൂറ്റി മുക്കി വെക്കുന്ന സമയത്ത് ഇതുപോലെ ഉപ്പുകല്ലിട്ട് കൊടുക്കാൻ മറക്കല്ലേ. കയ്യിലാകുമ്പം വലിയ പ്രശ്നമൊന്നുമില്ല. ഇനി നമ്മൾ ആ ചെറു ചൂടുവെള്ളത്തിൽ നമ്മുടെ കൈ മുക്കി വെക്കാൻ പാകത്തിലുള്ള വെള്ളത്തിൽ മുക്കി വെക്കുക. ഇതൊരു 10 മിനിറ്റോളം നമ്മൾ മുക്കി വെക്കണം. അപ്പോൾ നമ്മളത് ചെയ്യുമ്പം നമ്മുടെ വീട്ടിലെ എല്ലാ ജോലികളും കഴിഞ്ഞിട്ട് വേണം നമ്മളിതിൽ ഇരിക്കാനായിട്ട്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കൈ വളരെയധികം സോഫ്റ്റ് ആകുന്നു. നമ്മുടെ കയ്യിലെ ഡെഡ് സ്കിന്നൊക്കെ പെട്ടെന്ന് കുറയാൻ സഹായിക്കുന്നു. അപ്പോൾ കൈകളും കാലുകളും നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി പെഡിക്യൂറും മാനിക്യൂറും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഏകദേശം ആ ഒരു മെത്തേഡ് തന്നെയാണ് ഈ കാണിക്കുന്നത്. ഈ സമയത്ത് നമ്മൾ കൈ വൃത്തിയാക്കുമ്പം ചെറിയ ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ നഖങ്ങളൊക്കെ വൃത്തിയാക്കാം. പിന്നെ നല്ല രീതിയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പം എൻ്റെ കയ്യിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ വേറെ പ്രശ്നമൊന്നുമില്ല.
നഖത്തിലും വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നഖത്തിന് കുരുനഖമോ അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ക്യൂട്ടിക്കൽ കട്ടറും പിന്നെ നമ്മളെ ക്യൂട്ടിക്കലിൻ്റെ സാധനങ്ങളൊക്കെ തന്നെ ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. പെഡിക്യൂർ മാനിക്യൂറിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതിൽ നിന്ന് ഓരോ സാധനമുണ്ട്, അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമുള്ള സാധനമൊക്കെ നമ്മുടെ കയ്യിലൊക്കെ ഈ സമയത്ത് ഉപയോഗിക്കാം. ക്യൂട്ടിക്കൽ കട്ട് ചെയ്യുകയും ക്ലീൻ ചെയ്യുകയോ നഖം വെട്ടുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെയുള്ളവർ, പ്രശ്നമൊന്നും ഇല്ലാത്തവർ ഈ ഒരു മെത്തേഡ് മാത്രം ചെയ്താൽ മതി. ഇനി നമ്മൾ കൈ മുക്കി വെച്ച വെള്ളത്തിൽ നിന്ന് എടുത്ത് നന്നായിട്ട് തുടച്ചെടുത്ത് കഴുകി നല്ലപോലെ തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെയും നമുക്ക് നമ്മുടെ ആ ഒരു മിശ്രിതം നമ്മുടെ കൈയിലോട്ട് തേച്ച് കൊടുക്കാം. ബ്രഷ് ഉപയോഗിച്ച് തേച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നാരങ്ങാനീര് പിഴിഞ്ഞ തൊണ്ട് നമ്മൾ ഒരിക്കലും കളയരുത്. ആ ഒരു തൊണ്ട് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ഉരച്ച് കൊടുക്കുന്നത്. അപ്പോൾ നല്ല എഫക്റ്റാണ് നമ്മളിങ്ങനെ ഉരച്ച് കൊടുക്കുമ്പോഴത്തേനും. നമുക്ക് ആ ഒരു ഇത് നമുക്ക് കൈ മുട്ടിന് താഴോട്ട് ഫുള്ളായിട്ട് നമുക്ക് ചെയ്യാം. അപ്പം ഞാൻ കയ്യിൽ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഈ മുട്ടിലെ ഭാഗത്തുള്ള കറുത്ത വരകളും മുട്ടിലിങ്ങനെ കറുപ്പ് പോലൊക്കെ പിടിക്കത്തില്ല, അതൊക്കെ പാടുകളൊക്കെ മാറാനായിട്ട് അവിടെയൊക്കെ നമുക്ക് മുട്ടിലുമൊക്കെ ചെയ്ത് കൊടുക്കാം. ഇതേ മെത്തേഡ് തന്നെ കൈ ഫുള്ളും ചെയ്യാം. കൈക്ക് നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടും ഇത് ചെയ്യുമ്പം കേട്ടോ. അപ്പം നിങ്ങൾ ഒത്തിരി ഡാർക്ക്നെസ് ഉള്ള ഒരു കൈയൊക്കെ ഉണ്ടെങ്കിൽ ഒരു 2-3 പ്രാവശ്യം ചെയ്യുവാണെങ്കിൽ അടിപൊളി റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. നമ്മൾ ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കണം. നമ്മുടെ ഈ നാരങ്ങ വെള്ളം പിഴിഞ്ഞതിന് ശേഷം വെറുതെ നമ്മുടെ കൈകളിൽ ഒക്കെ ഉരയ്ക്കുന്നത് ഒത്തിരി നല്ലതാണ്. നല്ല രീതിയിൽ റിങ്കിൾസ് കുറയാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നാരങ്ങാനീര് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലെ കറുപ്പ് നിറമൊക്കെ മാറിക്കിട്ടും. ഇനി നമ്മൾ ആദ്യമേ ഫസ്റ്റ് നമ്മൾ കൈ താത്തി വെച്ചിട്ട് കമത്തി വെച്ചിട്ടൊരു മസാജ് കൊടുത്തു, റൗണ്ട് മസാജൊക്കെ കൊടുത്തു, നല്ലപോലെ ഉരച്ച് കൊടുത്തു. ഇനി കൈ ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മുടെ ആ കയ്യിലെ ആ വിരലുകളെല്ലാം നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കുക. ചിലവരുടെ നഖത്തിൻ്റെ തൊട്ട് താഴെയൊക്കെ ഒരു കറുപ്പ് പോലെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കുന്നല്ലോ. ബാക്കിയുള്ളവർക്ക് നിറമുണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉള്ളവരെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പം തന്നെ നല്ലൊരു വ്യത്യാസം കണ്ടു തുടങ്ങും. ഇനി നമ്മുടെ നെയിലിലോട്ടും നാരങ്ങയുടെ ആ തൊണ്ട് വെച്ച് ഉരച്ച് കൊടുക്കുക. അപ്പം നഖമൊക്കെ നല്ല തിളങ്ങാനായിട്ട് സഹായിക്കും. ആ ഒരു നഖത്തിന് ചിലപ്പം ചില ആൾക്കാർ മഞ്ഞപ്പ് നിറമൊക്കെ നഖത്തിന് കാണും, അതൊക്കെ മാറാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം നല്ല രീതിയിൽ തന്നെ നമ്മളിങ്ങനെ ഒരു തൊണ്ട് വെച്ച് തന്നെ അതിൽ മുക്കി മസാജ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. കാരണം അത് തീരുന്നിടം വരെ നമുക്ക് നമ്മുടെ കൈ ചെയ്യണം. ഇത് 2 കൈയിലും നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഒരു കൈയിലേ കാണിക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കാൻ നേരത്ത് ഞാൻ കയ്യിലും കാലിലും ഒക്കെ ഇങ്ങനെ ഈ ഒരു ഇത് ചെയ്യും കേട്ടോ. കാരണം നമുക്ക് ഒരു ദിവസം കിട്ടുന്ന ആ ഒരു സമയത്ത് നമ്മൾ കൈയും കാലുകളും ഒക്കെ വൃത്തിയാക്കി വെക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ 2 കൈയിലും ചെയ്യാം, കാലിലും ഈ സമയത്ത് ചെയ്യാം. എന്നിട്ട് റെസ്റ്റ് എടുക്കാം കേട്ടോ, ഒരേ രീതിയിൽ. അപ്പം നമ്മൾ ചെയ്യുമ്പം കുറച്ച് ടൈം മാറ്റി വെക്കണം. നമ്മളെല്ലാ പണിയും കഴിഞ്ഞാൽ ചെയ്യാവുള്ളൂ. ഇതൊക്കെ നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ചെയ്യുമ്പം എത്ര പൈസയാണ് വാങ്ങിക്കുന്നത് അല്ലേ? നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നുള്ള കാര്യമേ ഉള്ളൂ. ഈ നല്ലൊരു മസാജാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഒരു മസാജ് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന പോലെയൊക്കെ തന്നെ നിങ്ങൾ മസാജ് കൊടുക്കുക. പിന്നെ നമ്മുടെ കയ്യിലെ നരമ്പ്, ചില ആൾക്കാർക്ക് നരമ്പ് പൊങ്ങി നിൽക്കുന്ന പ്രശ്നമൊക്കെ ഉണ്ട്. എനിക്കും ഉണ്ടായിരുന്നത് കാണുമ്പോൾ അറിയാം. അപ്പോൾ എനിക്ക് ഒത്തിരി മാറിയത് ഞാനിങ്ങനെ ചെയ്ത് നമ്മളിങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നരമ്പ് വീണ്ടും പൊങ്ങി വരും കേട്ടോ. പക്ഷേ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് കൈയൊക്കെ വൃത്തിയാക്കി തുടച്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ അതങ്ങ് താഴ്ന്നു പോയിക്കോളും. അപ്പോൾ നമ്മൾ ഈ മസാജ് കൊടുക്കുന്നതുകൊണ്ട് നല്ല രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടി കിട്ടും. അതുമൂലം നമ്മുടെ കയ്യിൽ രക്തയോട്ടം ഉണ്ടാകുന്നത് മൂലം നമ്മുടെ കൈക്ക് നല്ല തിളക്കവും അതുപോലെ തന്നെ ഡെഡ് സ്കിന്നൊക്കെ മാറി കൈ നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ടിരിക്കാൻ സഹായിക്കുന്നു. ഇനി കൈ ചുരുട്ടി പിടിച്ചിട്ട് ഇതുപോലുള്ള മസാജ് കൊടുക്കുക. ഈ കൈ ചുരുട്ടി പിടിച്ച് ചെയ്യുന്ന മസാജ് നമ്മുടെ എന്താ പറയുക, നരമ്പ് പൊങ്ങിയ പ്രശ്നമൊക്കെ മാറാനായിട്ട് സഹായിക്കുന്നു. കുറേ പേര് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു, ഈ നരമ്പ് പൊങ്ങി നിൽക്കുന്നതിന് എന്ത് ചെയ്യണമെന്ന്. നിങ്ങൾ ഇതുപോലെ ചെയ്യുക. ഒരുപാട് നരമ്പൊക്കെ പൊങ്ങി നിൽക്കുന്ന, കയ്യിലൊക്കെ പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് തുടർച്ചയായിട്ട് 2-3 പ്രാവശ്യം ഇടവിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടും. ഇപ്പോൾ ഞാൻ ആ മസാജ് ചെയ്തപ്പോൾ നരമ്പ് ചെറുതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി അടുത്ത മസാജ് കൊടുക്കാം. നല്ലപോലെ ടാപ്പൊക്കെ ചെയ്യാം. നല്ലൊരു മസാജ് കൊടുത്തു കഴിഞ്ഞ് ടാപ്പിംഗ് ഒക്കെ ചെയ്യാം. നമ്മുടെ ഫേസിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഏകദേശം മെത്തേഡ് അത് തന്നെയാണ്. എന്നിട്ട് പിന്നെ വീണ്ടും നമ്മൾ നല്ല രീതിയിലൊന്ന് ആ ബാക്കിയുള്ള പായ്ക്ക് ഒന്ന് കയ്യിലോട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. ഇത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അത് നന്നായിട്ടൊന്ന് ഉണങ്ങി അത്യാവശ്യം നമുക്ക് കയ്യിൽ ഉണങ്ങുന്നിടം വരെ, ഇപ്പോൾ എണ്ണമയമൊക്കെ ഉള്ളത് അങ്ങനെ ഉണങ്ങിയതായിട്ടൊന്നും കാണത്തില്ല. എന്നാലും നമ്മൾ ഒരു ടൈം വരെ നമ്മളിത് വെക്കണം. അപ്പോൾ ഏകദേശം ഒരു 25 മിനിറ്റോളം ഞാനിങ്ങനെ കയ്യിലിങ്ങനെ വെച്ചിട്ടിരുന്നു. അതിനുശേഷം നമുക്ക് നല്ലവണ്ണം കയ്യിൽ നിന്ന് സോപ്പൊന്നും ഇടണ്ട. നമ്മൾ ആദ്യം ഷാമ്പൂ ഒക്കെ ഇട്ട് കഴുകിയതാണ്. ഇനി നല്ലവണ്ണം കൈ വൃത്തിയാക്കി എടുക്കുക. ഡ്രൈ സ്കിന്നായിട്ടുള്ള ആൾക്കാർക്ക് കൈയൊക്കെ ഭയങ്കര മൊരിഞ്ച് പിടിച്ചും അതുപോലെ തന്നെ ചുളിവുകൾ കൂടിയിരിക്കുന്ന കാണാം. അവർക്കൊക്കെ ഏറ്റവും നല്ലതാണ് ഈ ഒരു ഹോം റെമഡി. നല്ല രീതിയിൽ വ്യത്യാസം വരും. ഇപ്പോൾ എൻ്റെ ഒരു ചെറിയ ഓയിലി സ്കിന്നാണ്. അപ്പോൾ നമ്മുടെ കൈയൊക്കെ നല്ലതായിട്ട് വൃത്തിയായിട്ടുണ്ട്, നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മുടെ കൈവിരലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏതൊരു പ്രായത്തിലും നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം നമുക്ക് അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്.
ഇങ്ങനെ നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ മുഖം പോലെ തന്നെ നമ്മുടെ കൈയും വളരെ മനോഹരമാക്കി എടുക്കാൻ പറ്റും. അത് നല്ല രീതിയിൽ നഖമൊക്കെ വെട്ടേണ്ട സമയം ഉണ്ടെങ്കിൽ നഖമൊക്കെ വെട്ടി നല്ല ക്ലീനാക്കി വെക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ട ഈ സമയത്ത് നമുക്ക് കൈ മുക്കി വെക്കുന്ന സമയത്ത് നമുക്കതൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. ക്യൂട്ടിക്കൽ ക്രീമുകളും ക്യൂട്ടിക്കൽ കട്ടറുകളും നമ്മുടെ ഹാൻഡ് ക്രീമുകളും ഒക്കെ കിട്ടും. നമ്മൾ വീട്ടിൽ തന്നെ നാച്ചുറൽ ക്രീം അപ്ലൈ ചെയ്തിട്ട് ചെയ്യുന്നതാണ് നല്ലത്. കാരണം പുറത്തുനിന്ന് മേടിക്കുന്ന ക്രീമുകൾ പൈസ കൊടുക്കണമല്ലോ. നമ്മൾ ക്യൂട്ടിക്കൽ കട്ടറും മാനിക്യൂറിനുള്ള സാധനം പെഡിക്യൂറിനുള്ള സാധനം ഓൺലൈനിൽ വാങ്ങിച്ച് വെച്ചിട്ട് ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിലുള്ള നാച്ചുറൽ സാധനം വെച്ച് ചെയ്താൽ മാത്രം മതി. ഈ ബാക്കി വരുന്ന ഈ ഒരു ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ, നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അതിനകത്തേക്ക് അരിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കടലമാവും പിന്നെ എന്താ പറയുക പിന്നെ നമ്മുടെ കോൺഫ്ലവറും ഒക്കെ ചേർത്ത് മിക്സ് ചെയ്ത് നല്ലൊരു പായ്ക്കായിട്ട് നമ്മുടെ ഫേസിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു സ്കിൻ ടൈറ്റൻ പായ്ക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. റിങ്കിൾസൊക്കെ കുറയാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതിനുവേണ്ടി നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കളയുന്നില്ല. ഇത് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് മുഖത്തിടാൻ വേണ്ടി വെച്ചേക്കുവാണ്. അപ്പോൾ ഇത് കളയൊന്നും വേണ്ട കേട്ടോ. നല്ല റിസൾട്ടാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിൽ ടാനൊക്കെ മാറിക്കഴിഞ്ഞാൽ നല്ലൊരു ബ്രൈറ്റ് ആകാൻ സഹായിക്കുന്നു. അപ്പോൾ കയ്യിലെ ഈ ഒരു കാര്യം എല്ലാവരും ചെയ്തു നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.